വി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. ജെയിംസ്, ഇന്നൊരു പ്രേക്ഷകൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് പി ജെയിംസ് വാർത്തകൾ നൽകണം, എന്നാലേ ഒരു ഇതുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തായാലും എസ് കെ നല്ലൊരു കാര്യമാണ്, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വീകരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം ഇറാനിലെ തുറമുഖത്തിൻ്റെ കാര്യം. എസ് കെ, ഇത് യഥാർത്ഥത്തിൽ ഈ ലോകക്രമത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ശാക്തിക ചേരികൾക്ക് ഒരുപക്ഷെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയും ഇറാൻ നിൽക്കുന്ന ചേരി എന്ന് പറയുന്നത് റഷ്യ, ചൈന, പാകിസ്ഥാനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചേരിയിലാണ് ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഇറാനുമായി ഇന്ത്യക്കൊരു പ്രത്യേക ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ ധാരാളമായി വാങ്ങിക്കുന്നുണ്ട്. ഇറാനുമായിട്ടൊരു പ്രത്യേക ബന്ധം സൂക്ഷിക്കുന്നു. ഇറാൻ ഒരു കപ്പൽ, ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇന്ത്യൻ ജീവനക്കാരായിരുന്നു അതിൽ കൂടുതൽ. പക്ഷേ ഇന്ത്യക്കാരായതുകൊണ്ട് അവരെ വിട്ടയക്കാൻ ഇറാൻ തയ്യാറായി. ഇങ്ങനെ ഒരുപാട് ബന്ധമുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം, ഒരു 2 ദിവസം മുൻപ്, ഇറാനുമായിട്ട് വളരെ തന്ത്രപരമായ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അടുത്ത 10 വർഷത്തിലേറെ അവിടുത്തെ ചബഹാർ എന്ന തുറമുഖം നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ഗ്ലോബൽ ലിമിറ്റഡ് ആയിരിക്കും. അതിൽ കരാർ ഒപ്പിട്ടു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെയും ചൈനയൊക്കെ അമ്പരപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചൈന ഏതാണ്ട് 6 ലക്ഷം കോടിയിൽ പരം ചിലവാക്കിയാണ് ഗദ്വാറിൽ, പ്രത്യേകിച്ച് അത് ഇറാൻ അടുത്ത് കിടക്കുന്ന പോർട്ടാണ്, അവിടെ പോർട്ട് നിർമ്മിച്ചത്. 2000 കിലോമീറ്റർ എക്കണോമിക് സോണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടനാഴി സ്ഥാപിച്ചു. അപ്പോൾ ഇത് മുഴുവൻ പാകിസ്ഥാനെ ഇപ്പോൾ കടക്കണിയിലാക്കിയതിൻ്റെ പിന്നിൽ ഈ ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ എസ് കെ ഈ മണിക്കൂറുകളിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയാണ്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പേർ വെടിയേറ്റ് മരിച്ചു. അവിടുത്തെ പാകിസ്ഥാൻ്റെ പാരാട്രൂപ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ റേഞ്ചേഴ്സ് വന്ന് വെടിവെച്ചാണ് ഒരുപാട് പേർ മരണമടഞ്ഞത്, ഒരുപാട് പേർക്ക് പരിക്കേറ്റതും. എന്തായാലും ഇത് കത്തിപ്പടരുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഗോതമ്പിൻ്റെ വില വല്ലാതെ കൂടിയിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ജീവിക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി. ഇതിൻ്റെ പിന്നിൽ ചൈനയുടെ ഇടപാടുണ്ട്. പക്ഷേ അവിടെ ഈ പാകിസ്ഥാനിലെ തുറമുഖത്ത് ഏറ്റവും കൂടുതൽ കപ്പൽ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം 1 വർഷം വന്നിരിക്കുന്നത് 23 ദുബായിയെ പോലെ ആക്കുമെന്നാണ് ചൈന വാഗ്ദാനം ചെയ്തത്. പക്ഷേ അത് വിജയിച്ചില്ല. ഗൊദാർ പോർട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൊദാറിന് വെല്ലുവിളിയായി ചബഹാർ ഇറാൻ്റെ പോർട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മധ്യേഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഇറാനുമായി ബന്ധം സ്ഥാപിച്ചത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എസ് കെ അറിയാം, ഇസ്രായേലും ഇറാനുമായിട്ട് നേരിട്ട് പോര് ആരംഭിച്ചതാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ ഹമാസിനെയും ഹസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹൂതികളെയൊക്കെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. ഇപ്പോൾ ഇറാനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെ ബന്ധം വന്നതിനെതിരെ അമേരിക്ക പ്രതിഷേധിച്ചിരിക്കുന്നു, വൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഉപരോധം ഏർപ്പെടുത്തും ഇന്ത്യക്കെതിരെ എന്നുള്ള രീതിയിൽ സൂചനകൾ വരുന്നു. പക്ഷേ 2018 ഈ തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തിയപ്പോൾ അമേരിക്ക എതിർത്തില്ല, ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ അമേരിക്ക ഇറാനെതിരെയുള്ള നിലപാട് കടുപ്പിച്ചപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. അമേരിക്ക പറയുന്നു ഇന്ത്യക്കെതിരെ ഉപരോധം വന്നേക്കാം. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് എസ് കെ. വി ജെയിംസ്, ഈ പശ്ചിമേഷ്യയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ്. റഫേൽ ഇസ്രയേൽ ആക്രമണത്തിൽ 85 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നല്ലോ. എന്താണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ? റഫേൽ ഒരുപാട് അഭയാർത്ഥികൾ അവിടെ വിട്ടു പോകുന്നു എന്ന രീതിയിൽ വാർത്തകളും വരുന്നു. എസ് കെ, റഫേൽ നിന്ന് ഓരോ ദിവസവും 10,000-കണക്കിന് ആൾക്കാരാണ് ജീവൻ കൊണ്ട് ഓടുന്നത്. കാരണം അവർ വലിയ ഭീഷണി മുഴക്കാണ്, ഞങ്ങളിതാ കിഴക്കൻ റഫേൽ ആക്രമിക്കുന്നു, വടക്കൻ ഗസയിൽ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവനിൽ കൊതിയുള്ളവർ പട്ടിണി കിടന്നായാലും ഉള്ളതെടുത്ത് കുട്ടികളെയും കൊണ്ട് ഓടുകയാണ്. ഇതൊരു വല്ലാത്ത ഒരു സങ്കടകരമായ ദൃശ്യമാണ്. അഭയാർത്ഥി പ്രവാഹം ഒരു സ്ഥലത്തു നിന്നല്ല, വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് അല്ലെങ്കിൽ മധ്യ ഗസയിലേക്ക്, ഖാൻ യൂനിസിൽ നിന്ന് നേരെ റഫയിലേക്ക്. ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമായിരുന്നു റഫയിൽ ആക്രമണം തുടങ്ങിയതോടെ അവർ എങ്ങോട്ടെന്നല്ലാതെ പായുകയാണ്. തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എസ് കെ, 60,000 പേരിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 4.5 ലക്ഷം കടന്ന് ഇപ്പോൾ 5 ലക്ഷത്തിനടുത്ത് അഭയാർത്ഥികളായിരിക്കുന്നു. അവിടെ ഏതാണ്ട് 14-15 ലക്ഷം ആൾക്കാർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അതിൽ 1/3 ആൾക്കാർ പലായനം ചെയ്യുകയാണ്. അവിടെയാണ് ആക്രമണം നടക്കുന്നത്. അടുത്ത മേഖലയിലേക്കും വരും. ഹമാസിൻ്റെ 10 പ്രവർത്തകർ, നേതാക്കൾ കൂടിയ വാർ റൂമിൽ ബോംബിട്ട് അവരെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു സ്കൂളിലായിരുന്നു. UN എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ഹമാസിൻ്റെ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്നു. എന്തായാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് അമേരിക്ക അതിശക്തമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ജോ ബൈഡൻ്റെ ഒരു ഭീഷണി കൂടി വന്നിട്ടുണ്ട്. അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അവരാവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കണം,
ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെച്ചത് പുനരാരംഭിക്കണം. പക്ഷേ ജോ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിയും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇനി അഥവാ ഭൂരിപക്ഷമുള്ള റിപ്പബ്ലിക്കന്മാർ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഇത് പാസ്സാക്കിയാലും ഞങ്ങൾ സെനറ്റിലേക്ക് കൊണ്ടുവരില്ല, താൻ വീറ്റോ ചെയ്യുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാണ്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ഇസ്രായേലിൻ്റെ പല ആവശ്യങ്ങൾക്കും UN-ൽ ഒരുമിച്ച് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പ് നയമാണ് SK ഈ കാര്യത്തിലുള്ളത്. നിർമ്മിത ബുദ്ധിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഗൂഗിളും അതേപോലെ മൈക്രോസോഫ്റ്റും രംഗത്ത് വന്നതോടെ മത്സരം കടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PP ജെയിംസ് വീണ്ടും ചേരുന്നു. ഗുഡ് മോർണിംഗ് അഗൈൻ PP ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഇന്ന് ക്ഷീണിച്ചില്ലല്ലോ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ് എന്ന് മാത്രമല്ല, അടുത്ത ഒരു 50 വർഷം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കാൻ പോകുന്ന ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാൻ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അതുപോലെ മിക്സഡ് റിയാലിറ്റി, 3 കാര്യമാണ് ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നതെന്ന് സത്യ നടല്ല കഴിഞ്ഞ നാളിൽ ഇറക്കിയ പുസ്തകത്തിൽ പറഞ്ഞത് ഏതാണ്ട് ശരി ആവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ChatGPT ആണ് വലിയൊരു ഇതായിട്ട് രംഗത്ത് വന്നത്. ഒരു പക്ഷേ ഗൂഗിളിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഉണ്ടായില്ല. എന്തായാലും സുന്ദർ പിച്ചെ, ഇന്ത്യൻ വംശജനായ ഗൂഗിളിൻ്റെ തലവൻ, കാലിഫോർണിയയിൽ അമേരിക്കയിൽ നടത്തിയ വലിയ കോൺഫറൻസ് എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. പ്രത്യേകിച്ച് ChatGPTയുടെ പുതിയ നീക്കങ്ങൾക്കെതിരെയുള്ള ജെമിനിയൊക്കെ കൊണ്ടുവന്ന് തടഞ്ഞു നിർത്തിയ ഗൂഗിള് വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അത് കൊണ്ടുവരുന്നതിന് 24 മണിക്കൂർ വീണ്ടും മുമ്പ് OpenAI, മൈക്രോസോഫ്റ്റിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന OpenAI പുതിയ ChatGPTയുടെ പുതിയ വെർഷൻ കൊണ്ടുവന്നു. അവർ തമ്മിൽ വലിയ മത്സരം കടുക്കുകയാണ്. SK ഇത് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ളതാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ ടെക്സ്റ്റ് നമ്മളൊരു കാര്യം കൊടുത്താൽ അതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ഫോർമാറ്റ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അനാലിസിസ്, റിവ്യൂ ഒക്കെ തരുന്ന സംവിധാനമാണ്. ടെക്സ്റ്റാണ് ഉണ്ടായിരുന്നത്. ടെക്സ്റ്റിന് കൂടാതെ ഇനി വോയിസ്, ശബ്ദം തരും, ദൃശ്യങ്ങൾ തരും. ഒരു സ്ഥലത്ത് സമ്മേളനം നടന്നാൽ അതിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചാൽ അതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു വാർത്താ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അനലൈസ് ചെയ്ത് അതേക്കുറിച്ച് വിശകലനം ചെയ്ത് സംസാരിക്കും. ഒപ്പം തന്നെ ട്രാഫിക്കിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ട്രാഫിക് ലൈറ്റുകൾ കണ്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യരില്ലാതെ വാഹനങ്ങൾ പോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒക്കെ ചോർത്താനായിട്ട് സംവിധാനം സഹായിക്കും. എത്ര ദൂരെ നിന്നും ശബ്ദം പിടിച്ചെടുക്കാൻ കഴിയും. ആ തരത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുന്നത്. ഈ മൈക്രോസോഫ്റ്റിന്റെ OpenAIയും അപ്പോൾ തന്നെ ഗൂഗിളും തമ്മിൽ വലിയ മത്സരം നടക്കുന്നു. താങ്ക് യു PP ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ വരും.